അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് രാജകൊട്ടാരത്തിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ആയ ഷേർലിക്ക് ഡയാന എന്ന പേരുള്ള അനിയത്തി ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് വലിയ പദവിയാണുള്ളത്. എന്നാൽ അനിയത്തിക്ക് നമ്മുടെ ഹീറോയുടെ പദവിയിൽ അസൂയ കൂടുകയും അവളെ കൊല്ലുകയും ആ സമയത്ത് അനിയത്തിയുടെ പുറകിൽ ഒരു അമ്പ് തറക്കുകയും ചെയ്യുന്നു. അനിയത്തിയും ഹീറോയും ഒരേ സമയം മരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 3 വർഷത്തിന് ശേഷമാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അത് ഒരു പുനർജന്മമാണ്. അവിടെ ഹീറോയ്ക്കും അനിയത്തിക്കും വരനെ കണ്ടുപിടിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. രാജകൊട്ടാരത്തിൽ എങ്ങനെയാണ് വരനെ കണ്ടുപിടിക്കുന്നത് എന്ന് വിചാരിച്ചാൽ, ഹീറോയുടെ കയ്യിലും ഹീറോയുടെ അനിയത്തിയുടെ കയ്യിലും ഒരു ബോൾ കൊടുക്കും. അത് താഴേക്ക് എറിയുമ്പോൾ അവിടെ നിൽക്കുന്ന ആരിലാണോ ബോൾ കൊള്ളുന്നത് അവരെ ആയിരിക്കും അവർ വരനായി സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹീറോ 3 വർഷം മുമ്പുള്ള കാര്യം ആലോചിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു വേലക്കാരി വരികയും ഹീറോയ്ക്ക് ഒരു ബോൾ കൊടുത്തിട്ട് താഴേക്ക്